ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൺപയർ കൊണ്ടുള്ള പയർ ഉപ്പേരിയാണ്. വളരെ സ്വാദിഷ്ടമാണ്. ബാച്ചിലേഴ്സിനെല്ലാം വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓൾറെഡി ഞാൻ പയർ കുക്കറിലിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് 5 or 6 ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ വേവിച്ച് വെച്ച പയർ. ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ഇടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓയിലും ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഓക്കെ, ചെറുതായിട്ടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ വെളുത്തുള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വയറ്റിൽ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിയാനും അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ നന്നായിട്ട് വയറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലോട്ടൊരു നമ്മുടെ മുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽ മുളകാണ്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. മുളക് പൊടി നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ ക്രഷ് ചെയ്തതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആഹാ, എന്താ സ്മെല്ല്. ഓക്കെ, വളരെ ഈസിയാണ്. ഇനി ജസ്റ്റ് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി ഹാഫ് കഴിഞ്ഞു. ഹാഫല്ല, 15 കഴിഞ്ഞു. ഒക്കെ ഇത് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ആഹാ, എന്താ സ്മെല്ല്. വൗ, ഇത് നമുക്ക് നന്നായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഈവൻ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് മാത്രം ഉണ്ടായാൽ തന്നെ നമുക്ക് നന്നായിട്ട് ചോറ് പോവും. ഇത് ഞാൻ ബാംഗ്ലൂരൊക്കെ നമ്മൾ ബാച്ചിലേഴ്സായി താമസിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിരുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് ഇതായിരുന്നു. ഓക്കെ, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ കുക്കർ അടിക്കുന്ന സമയം മതി ഇതിന്. ബാക്കിയെല്ലാം പെട്ടെന്നാവും. ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ അത് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മൺപയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഒന്ന് വെറുതെ നമുക്കതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാവ്, ഓക്കെ. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള മൺപയർ ഉപ്പേരി റെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോ ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗായ്സ്. Okay, bye-bye.